തഞ്ചാവൂർ ജില്ലയിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം വല്ലാതെയുണ്ട്. കൃഷിക്കാരനായിട്ടും പൂക്കച്ചവടക്കാരനായിട്ടും വേഷം മാറി ചുറ്റി നടക്കുകയാണ് അവർ. അവിടെ നടക്കുന്ന സമരക്കാർക്കെല്ലാം പിന്നിൽ ഇവർ തന്നെയാണ്. നിങ്ങൾ പേടിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. നമ്മുടെ പട്ടാളത്തെ ഇറക്കി തൂത്തുവാരി കളഞ്ഞേക്കാം. ഒരു വിരൽ പോലും അനക്കണമെന്ന് സ്വപ്നത്തിൽ പോലും പിന്നെ അവർ വിചാരിക്കില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം 6 കലാപക്കാരും 16 പോലീസുകാരും മരിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇറക്കി നമ്മുടെ ജനങ്ങളുടെ മേലെ വോറോ? നല്ല ഹിറ്റ്ലർ ഐഡിയ പോലെ ഉണ്ടല്ലോ. ശരി, പോലീസ് അറ്റാക്ക് കൊണ്ട് ഈ ഒരു മാസത്തിൽ പൊതുജനങ്ങൾ എത്ര മരിച്ചിട്ടുണ്ട്? അത് എന്താ ഇത് പറഞ്ഞോ കദർ. 312 പേർ മരിച്ചിട്ടുണ്ട്. ഓ ഗോഡ്, അത്രയും പേരോ? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സാർ, നമുക്ക് കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കാം. യാ, സാർ പറയുന്ന മാതിരി കൃഷി ചെയ്യുന്നവൻ, തേങ്ങ പറിക്കുന്നവൻ, പൂക്കച്ചവടം ചെയ്യുന്നവൻ ഒന്നും വേഷം കെട്ടിയവരല്ല സാർ. അതാണ് അവരുടെ ജോലി. ജീവിതമാർഗമായ മണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർ സമരത്തിനിറങ്ങി. സമരം ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ പോരാട്ടത്തിനുള്ള സാഹചര്യം ഒരുക്കുന്ന തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ടെന്താ ഗവൺമെന്റിന്റെ സ്വത്ത് നശിപ്പിക്കുന്നത് ന്യായമാണോ? പബ്ലിക് പോലീസിനെ അടിക്കുന്നത് ശരി തന്നെയാണോ? അതൊന്നും പൊതുജനങ്ങളല്ല സാർ, പൊതുജനങ്ങളുടെ വേഷം കെട്ടി വന്നവരാ. മറ്റ് ചാനൽസിൽ വന്ന ഫൂട്ടേജും കൂടെ ഒന്ന് കാണണം സാർ. പോലീസ് ജനങ്ങളെ തലതല്ലി പൊട്ടിക്കുന്നത്, ദാക്ഷിണ്യമില്ലാതെ പന്നിയെ കൊല്ലുന്ന മാതിരി ആളുകളെ കൊല്ലുന്നത്, ഇതൊന്നും നിങ്ങളുടെ ഫൂട്ടേജിൽ കാണില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വിഷ്വൽസാ. നമ്മുടെ പോലീസ് ദാഹജലവും കൊടുക്കും, വേണ്ടി വന്ന തീയും വെക്കും. ഹലോ, നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസറല്ലേ? നിങ്ങളെന്താ നക്സലുകളെ പോലെ സംസാരിക്കുന്നത്? ഷട്ടപ്പ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞത് ഞാനാ. അഗ്രികൾച്ചർ ലാൻഡില് മൈനിങ് ലൈസൻസ് കൊടുത്തതാണ് പ്രശ്നമല്ലേ കദർ? അത് തന്നെയാണ് സാർ പ്രശ്നം. റിസർച്ച് ചെയ്യാനായി മണലെടുക്കണമെന്നും പറഞ്ഞ് ലൈസൻസ് വാങ്ങിയിട്ട് തോറിയവും യുറേനിയവും രഹസ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയാണ്. തലമുറകളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് ഖനനത്തിന് ലൈസൻസ് കൊടുത്താൽ ആ കൃഷിക്കാർ എന്താണ് സാർ ചെയ്യുക? തൻ്റെ ജീവിതമാർഗവും ഇല്ലാതാക്കി ജീവനും വിലയില്ല എന്ന് വന്നാൽ ഐ എം സോറി സാർ, നിങ്ങളും ഞാനും പോലും തെരുവിലിറങ്ങി സമരം ചെയ്തെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ലീഗൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ആ മൈൻസ് ക്ലോസ് ചെയ്തൂടെ? 8 മൈൻസ് മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മഹാദേവിന്റെ സ്വന്തമാണ്. അയാളുടെ കമ്പനി എക്സൈസ്, എക്സ്പോർട്ട്, എൻവയോൺമെന്റൽ, പൊല്യൂഷൻ കൺട്രോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർമിഷൻ വാങ്ങി നടത്തുന്നതാണ്. അയാൾ കോർട്ടിൽ പോയ പ്രശ്നമാവും. പോട്ടെ, അതേ കോർട്ടിൽ നമ്മളും പോവും. എന്താ സംഭവിക്കുന്നത് നോക്കാമല്ലോ. സന്തോഷ് സാർ, നിങ്ങളൊരു കാര്യം ചെയ്യും, മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി നാളെ തന്നെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തരണം. ഓക്കെ? ഷുവർ സർ. കുൽദീപ് സർ, വിശക്കുന്നു. പീസ എവിടെ? സർ ഒരു 10 മിനിറ്റ് സർ. SPG ഗ്രൂപ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഓ, മുടിയാനായിട്ട് അത് 6 തണുത്ത് പോയി കാണും. യാ സർ, മിസ്റ്റർ മഹാദേവ് വന്നിട്ടുണ്ട്. സാർ അദ്ദേഹത്തിന് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ടോ? ആ, അകത്തേക്ക് വരാൻ പറയാം. അങ്കിൾ, സോറി അങ്കിൾ, അങ്കിൾ വരാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. സാരമില്ലടോ. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ സീറ്റൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ് അങ്കിൾ. കം കം, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് അങ്കിൾ. നോ എക്സ്ട്രീം ദേഷ്യത്തിലിരുന്നാൽ കുടിക്കും, അല്ലെങ്കിൽ അതിയായ സന്തോഷം വന്നാലും കുടിക്കും. ഇപ്പൊ 2 മൂഡിലും ഇല്ല. എന്താ അങ്കിൾ, പിന്നെ എന്തിനാ ഈ മിഡ് നൈറ്റ് മീറ്റിംഗ്?